കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ. ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ. ഉൾത്തൊടും ഉശിരുമായി വന്നിവൾ. ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ. പന്ത്രണ്ടാം തീയതി എന്ന് പറയുമ്പോ ഇനി 8 ദിവസം കഷ്ടിച്ച് എന്നുവെച്ചാ നാട്ടിലൊന്ന് പോയി ബന്ധുക്കളെയും പരിചയക്കാരെയും വിസ്തരിച്ചൊന്ന് ക്ഷണിക്കാൻ പോലും സമയമില്ലെന്ന് സാരം. നമ്മുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ മാളുവിന്റെ വീട്ടുകാർക്ക് പിന്നെ ഒന്നിനും സമയം തികയില്ലല്ലോ. ഇന്ദിരാമയോട് ഒരാഴ്ച കൂടി കഴിഞ്ഞുള്ള സമയം വല്ലതും നോക്കാൻ പറയണോ? അവർക്ക് അത്രയും സാവകാശം മതിയെങ്കിൽ നമ്മൾ പിന്നെ ഡേറ്റ് മാറ്റി വയ്ക്കാൻ പറയേണ്ട കാര്യമുണ്ടോ മമ്മി? ക്ഷണിക്കാൻ അതിനുവേണ്ടി ആൾക്കാരും നമുക്കും ഇല്ലല്ലോ. ഇനി വിവാഹത്തിന് മറ്റുള്ളവരുടെ ആരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മാനിക്കാത്തോണ്ട് ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ തന്നെ റിലേറ്റീവ്സിന്റെയൊക്കെ റെസ്പോൺസ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അവരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ നേരിൽ ചെന്ന് കണ്ട് ക്ഷണിക്കേണ്ടവരെ ക്ഷണിക്കേണ്ടത് നമ്മുടെ മര്യാദയാ. വരുന്നതോ വരാതിരിക്കുന്നതോ ഒക്കെ അവരുടെ ഇഷ്ടം. ശരി, ഒക്കെ മമ്മിയുടെ ഇഷ്ടത്തിന് വിട്ടു തന്നിരിക്കുന്നു. ആരെയൊക്കെ ക്ഷണിക്കണമെന്ന് മമ്മി തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കോ. നാളെ കഴിഞ്ഞ് ഞാൻ ഒരു ദിവസത്തെ ലീവ് എടുക്കാം. നമുക്ക് രണ്ടുപേർക്കും കൂടി നാട്ടിൽ പോയി വിളിക്കേണ്ടവരെ ഒക്കെ വിളിക്കാം. എന്താ? പിന്നെ ലീവ് ഒരു ദിവസത്തേക്കേ ഉള്ളൂ. ലിസ്റ്റ് ഉണ്ടാക്കുമ്പോ ഡെയ്സി ടീച്ചർ അതൊന്ന് പ്രത്യേകം ഓർമ്മിച്ചാൽ നന്നായിരിക്കും. മാക്സിമം ആള് പറഞ്ഞാ അത്രയും നല്ലത്. ഓ, എന്നാ പിന്നെ ഞാൻ അതിന് മെനക്കെടുന്നില്ല. വിളിക്കേണ്ടവരൊക്കെ ഞാൻ ഫോണിൽ തന്നെ വിളിച്ചേക്കാം, പോരെ? ആ, എന്നാൽ അത്രയും സന്തോഷം. എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ ആയിട്ട് ഏറിയാലൊരു 10-12 പേര്, അതിനപ്പുറം ഉണ്ടാവില്ല. നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയി ഒരു 50 പേരെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ മുരളിയോടും അശ്വതിയോടും പറഞ്ഞിട്ടുണ്ട്. 50 പേരോ? എന്തേ മമ്മി ഇത് എന്ത് ഭാവിച്ച? ദേ, ഞാനും മമ്മിയും അടക്കം ഏറിയാലൊരു 25. അതിനപ്പുറം പോകുന്നത് മഹാബോറായിരിക്കും, പറഞ്ഞേക്കാം. ഇങ്ങനെ ലുബ്ധിക്കില്ലേടാ. വെറുതെ അല്ല മാളുവിന്റെ വീട്ടുകാര് നീ ഈ ആശയം പറഞ്ഞപ്പോ തന്നെ അവരെതിർത്തത്. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ മമ്മി, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ആളെ കൂട്ടി ആർഭാടം കാണിച്ച് ഒരു വിവാഹം വേണ്ടെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. എന്റെ കാര്യത്തിലെങ്കിലും എനിക്ക് ആ വാക്ക് പാലിക്കണം. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇവിടുന്ന് വിളിക്കാൻ നമുക്ക് വിജയും ഗീതയും അപ്പുവും അല്ലേ ഉള്ളൂ. അപ്പൂനെയും ഗീതാന്റെയും മാത്രം കൂട്ടിയാൽ മതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയങ്ങൾ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏയ്, അതൊന്നുമല്ല. ഞാനും നീ നേരിട്ട് പോയി ക്ഷണിച്ച വിജയ് തീർച്ചയായും വരുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ശരി, മമ്മിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പോയി ക്ഷണിക്കാം. എന്തായാലും ഗീതാന്റെയും അപ്പൂനെയും ക്ഷണിക്കാൻ അവിടം വരെ പോണമല്ലോ. കൂട്ടത്തിൽ സാക്ഷാൽ വിജയ് പണിക്കരെ നേരിട്ട് കണ്ട് ക്ഷണിക്കാം. ആ, പിന്നെ അങ്കിൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്താലും അത് ഫേസ് ചെയ്യാനുള്ള മനക്കരുത്തോടെ വേണം പഴയ ഫ്രണ്ടിനെ കാണാൻ ചെല്ലാൻ. പുള്ളിക്കാരൻ ആകെ കൈവിട്ട് നിൽക്കുകയാണെന്നാ ഞാൻ അറിഞ്ഞത്. അതൊന്നും കാര്യമാക്കണ്ട ജോ. ചെന്ന് വിളിക്കേണ്ട കടമ നമ്മുടെയാ.
വിജയിലൂടെയാ മുരളിയെയും അശ്വതിയെയും ഒക്കെ ഞാൻ പരിചയപ്പെടുന്നതും. മമ്മിയുടെ സെന്റിമെന്റ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്കിളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ. സ്വന്തം മകളോട് കാണിക്കാത്ത സെന്റിമെന്റ്സ് നമ്മളോടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ടല്ലോ. നീ പറഞ്ഞത് ശരിയാ ജോ. എത്ര പെട്ടെന്ന് വിജയുടെ ഈ മാറ്റം. ഒരു തരത്തിൽ നോക്കിയാ അതിൽ വിജയെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. മുരളിയും അശ്വതിയും എല്ലാവരും വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. പഴയ ഒരു അവസ്ഥ വെച്ചായിരുന്നെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് എത്ര ആഘോഷമായിട്ട് നടത്തേണ്ട കല്യാണമായിരുന്നു ഇത്. എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുന്നത് വിജയും ഗീതയും തന്നെ ആയിരുന്നേനെ. എല്ലാം എത്ര പെട്ടെന്നാ മാറി മറിഞ്ഞത്. അപ്പു നിന്നെ വിളിച്ചിരുന്നോ? ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. എന്തു പറഞ്ഞു അവള്? ട്രീറ്റ്മെന്റിന്റെ ഭാഗമായുള്ള കൗൺസിലിംഗ് നാളെ മുതൽ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അതൊക്കെ അതിന്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ എന്നേ ഉള്ളൂ. അപ്പൂനൊപ്പം വീട്ടിലെ മറ്റംഗങ്ങൾക്കും കൗൺസിലിംഗ് ഉണ്ടാവും. വിജയ് അതിനോട് എങ്ങനെയാവും റിയാക്ട് ചെയ്യാൻ പോവുക എന്നതാ എന്റെ ടെൻഷൻ. മമ്മി പറഞ്ഞതുപോലെ നാളത്തെ ദിവസം അല്പം ക്രൂഷ്യല. എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താ വന്നത്? പി സാറിന് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആളിനെ മനസ്സിലായതുകൊണ്ടാണല്ലോ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചത്. ഉദ്ദേശം പഴയ തന്നെയാണ് സാർ. നമ്മളെ പോലുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരെ ഇതുപോലുള്ള സാഹചര്യത്തിന്റെ ഗൗരവവും അതുകൊണ്ടുണ്ടാകുന്ന വരും വരായകളും പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ഡ്യൂട്ടി. ഒറ്റ വാക്കിൽ അതിന് വേണമെങ്കിൽ സോഷ്യൽ കൗൺസിലിംഗ് എന്നോ ജെൻഡർ അവയർനെസ് കൗൺസിലിംഗ് എന്നൊക്കെ പറയാം. സാറിനറിയാലോ, ബൈ പ്രൊഫഷൻ ഞാനൊരു അഡ്വക്കേറ്റ് ആണെങ്കിലും ഇത്തരം സോഷ്യൽ ആക്ടിവിറ്റീസിലാണ്. അഡ്വക്കേറ്റ് നന്ദകുമാർ. സാർ എന്നെ നന്ദൻ എന്ന് വിളിച്ചാൽ മതി. യാ, മിസ്റ്റർ നന്ദകുമാർ. കഴിഞ്ഞ തവണ വന്നപ്പോഴേ ഇവിടെ നിങ്ങളുടെ സേവനം ആവശ്യമില്ലെന്ന് നിങ്ങൾ ഇൻഫോം ചെയ്തതാ. നിങ്ങളുടെ കൗൺസിലിങ്ങിനോ സില്ലി ടോക്കിനോ വേണ്ടി നിന്ന് തരാനുള്ളൊരു മൂഡിലല്ല ഞാൻ. ഇൻഫാക്ട് എനിക്കതിൽ തീരെ താല്പര്യമില്ല, സമയവുമില്ല. സോ ബെറ്റർ യു ലീവ്. സോറി, എൻ്റെ കൗൺസിലിംഗ് സാറിന് ആവശ്യമില്ലായിരിക്കും. പക്ഷേ സാറ് പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി ടൈം സ്പെയർ ചെയ്യാൻ ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലോ? നോ നോ മിസ്റ്റർ, ഇവിടെ ആർക്കും അതിലൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് അധികം ഉപദ്രവിക്കാതെ ഒഴിവായി തരാൻ മാന്യമായിട്ടാണ് ഞാൻ പറയുന്നത്. സാറിന് എൻ്റെ സേവനം ആവശ്യമില്ലായിരിക്കും. പക്ഷേ അത് ആവശ്യമുള്ളവർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഹലോ സർ. സാർ എപ്പോ എത്തി? ഇപ്പൊ വന്നേ ഉള്ളൂ. VP സാറുമായി ചെറിയൊരു കുശല പ്രശ്നം. അല്ല, ഞാൻ വരുന്ന കാര്യം സാറിനെ അപ്പോ ഇൻഫോം ചെയ്തില്ലേ? എന്നെ കണ്ടപ്പോ സാറിന് ആകെ ഒരു കൺഫ്യൂഷൻ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, അങ്ങനെ നേരത്തെ കൂട്ടി ഇൻഫോം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സാർ വന്നട്ടെ, നമുക്ക് റൂമിൽ ഇരിക്കാം. ഹലോ മാഡം, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം സാർ. അമ്പിമാമനെ കാണാറുണ്ടോ? ആ, ഇടയ്ക്ക് അമ്പച്ചേട്ടൻ വിളിച്ചിരുന്നു. പുള്ളിക്കാരനിപ്പോ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ പെട്ടിരിക്കുക. വരാൻ 1-2 ആഴ്ച എടുക്കുന്ന പറഞ്ഞ്. സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ? ആ, കടുപ്പത്തിലൊരു ചായ തന്നെ ആയിക്കോട്ടെ. മധുരം വളരെ കുറച്ച് മതി കേട്ടോ.
പിന്നെ ഞാൻ അപ്പുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് മതി അത്. ശരി. സർ വരൂ, നമുക്ക് മുകളിലിരിക്കാം. ആ ഇയാളെ പോലുള്ളവരൊക്കെ എന്തിനാ ഇവിടെ വിളിച്ചു വരുത്തുന്നത്? അപ്പൂന് അയാളെന്തോ അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. എന്താ അവയർനെസ്? വെറും തട്ടിപ്പാ ഇതൊക്കെ. അവയർനെസ്സും കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇമാതിരി ആളുകളൊക്കെ എന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് തന്റെ മോളോട് പറഞ്ഞേക്കണം. അപ്പൂന് ഗുണമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ അയാളോട് വരാൻ പറഞ്ഞത്. പിന്നെ അഡ്വക്കേറ്റ് നന്ദകുമാർ ഒരു തട്ടിപ്പുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, ഇവിടെ അതൊന്നും പറ്റില്ല. എനിക്കതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ വി പിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കാവൂന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയല്ലല്ലോ. ഇത് എൻ്റെ അപ്പൂൻ്റെയും കൂടെ വീടല്ലേ. ഞാനും അപ്പവും ഇതുപോലെ നിർബന്ധം പിടിച്ചാൽ വി പിക്കാവും അതിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടങ്ങളിൽ മറ്റാരും കൈകടത്താതിരിക്കുന്നതാവും നല്ലത്. ഏതായാലും ഇവിടേക്ക് തിരിച്ചു വരാനുള്ള അപ്പുവിൻ്റെ തീരുമാനം എന്തുകൊണ്ട് നല്ലതാ. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് വളരെ സ്മൂത്തായ റോഡിലൂടെ ആയിരിക്കില്ല അപ്പുവിന് ഡ്രൈവ് ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യം കൂടി ഓർക്കണം. എനിക്കറിയാം സർ, വഴിമുടക്കാൻ സ്വന്തം വീട്ടിൽ തന്നെ ആളുണ്ടെന്ന കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. തൻ്റെ ഈ റീ എൻട്രിയിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നത് വി പി സാറാണെന്ന് എനിക്ക് മനസ്സിലായി. വന്നു കയറിയപ്പോൾ എനിക്ക് കിട്ടിയ സ്വീകരണത്തിൽ തന്നെ അതുണ്ടായിരുന്നു. ബി പി എം മെരുക്കിയെടുക്കുന്നത് വിചാരിച്ചതിലും പ്രയാസമുള്ള കാര്യമാണെന്ന് ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് ബോധ്യായി. പക്ഷെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ആ ലക്ഷ്യം നേടിയെടുക്കുന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. യാ ഷുവർ, തനിക്കതിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാത്ത ആളൊന്നുമല്ല വി പി സാറ്. പക്ഷേ ദുരഭിമാനത്തിൻ്റെ ആ കട്ടിയുള്ള ഷെല്ലിനകത്ത് മാക്സിമം കംഫർട്ടായി ഇരിക്കാനുള്ള ശ്രമത്തിലാണ് ആള്. ആ പുറന്തോട് പൊട്ടിച്ചു കളയാൻ അപ്പൂനായാൽ സാറ് സ്വമേധയാ തന്നെ നമ്മുടെ ട്രാക്കിലായിക്കോളും. പക്ഷേ താൻ പറഞ്ഞ പോലെ അതത്ര ഈസി ജോബല്ല. ഓക്കെ, അപ്പോൾ വി പി സാറിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് അപ്പൂൻ്റെ തുടർന്നുള്ള പ്ലാൻ? സർജറിയെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട് സർ. ഇപ്പോ അമ്മയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അതിനെ നീട്ടിവെക്കണ്ടെന്ന് തോന്നുന്നു. സൗകര്യം പോലെ അമ്മയും കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടർ അരവിന്ദ് കുമാറിനെ കണ്ട് അതിന്റെ ഫർദർ പ്രൊസീജിയേഴ്സ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പക്ഷേ അതിത്ര ധൃതി പിടിച്ചിട്ട് വേണോ? അപ്പോൾ സമാധാനമായിട്ടൊന്നുകൂടെ ആലോചിക്കണം. എന്നിട്ടും തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ പ്രൊസീഡ്. എന്താ സാറിനൊരു അഭിപ്രായ വ്യത്യാസം പോലെ? നോ അങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പുവിൻ്റെ തീരുമാനത്തിന് തന്നെയാണ് പ്രയോറിറ്റി. എന്നാലും എനിക്ക് ചില സജഷൻസ് പറയാലോ അല്ലേ? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം പോലും ഇല്ല. സാറിന്റെ അഭിപ്രായങ്ങൾ അത്രമാത്രം വാല്യുബിൾ ആയതുകൊണ്ടാണല്ലോ സാറിനോട് ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ ഞാനും തയ്യാറാവുന്നത്. ഓക്കെ, എങ്കിൽ പറയാം. എൻ്റെ അഭിപ്രായത്തിൽ സർജറിയുടെ കാര്യത്തിൽ നമുക്ക് അല്പം കൂടെ സാവകാശാകാവുന്ന. അങ്ങനെ പറയാൻ 2 കാരണങ്ങളാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ സപ്പോർട്ട് ഈ കാര്യത്തിൽ ഉള്ളിടത്തോളം അപ്പോൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതേസമയം നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അപ്പോന് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും. ഫോർ എക്സാമ്പിൾ, അപ്പോൻ്റെ പഠിത്തത്തിൻ്റെയും പരീക്ഷയുടെയും കാര്യം. സർജറി നടന്നാലും ഇല്ലെങ്കിലും എക്സാം അതിൻ്റെ സമയത്ത് തന്നെ നടക്കും, ശരിയല്ലേ? ഞാൻ പറയുന്നത് ഈ സമയം അപ്പോ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാ. എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചാൽ ആ ഒരു കടമ കടന്നു കിട്ടുമല്ലോ. രണ്ടും കൂടെ മിക്സ് ചെയ്യേണ്ടി വരില്ലല്ലോ, ശരിയല്ലേ? അതെ, ഞാൻ അക്കാര്യം ആലോചിച്ചില്ല. അതുമാത്രമല്ല, സർജറിക്ക് സാവകാശാകാന്ന് ഞാൻ പറഞ്ഞതിന് പിന്നില് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്.
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ സമയത്തിനുള്ളിൽ VP സാറിന്റെ ദുരഭിമാനത്തിന്റെ പുറന്തോട് നമുക്ക് പൊളിക്കാനായാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആവില്ല അപ്പൂന്. ഐ മീൻ, അച്ഛൻ്റെ അമ്മയുടെ സപ്പോർട്ടോടുകൂടി തനിക്ക് സർജറി അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ ഒരു സുരക്ഷിതത്വ ബോധവും കോൺഫിഡൻസ് ലെവലും വേറെ അല്ലടോ. സാറ് പറഞ്ഞത് ശരിയാ. പക്ഷേ VP അത്ര എളുപ്പം കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. പുള്ളിക്കാരനത്ര എളുപ്പം കൺവിൻസ്ഡ് ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ലെന്നേ. നമ്മൾ നമ്മുടെ തീരുമാനം എന്താണെന്ന് അനൗൺസ് ചെയ്തു കഴിഞ്ഞു. അതിൽ നിന്ന് ഇനി പിന്നോട്ടില്ലെന്ന് VP സാറിന് ബോധ്യമായി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് പുള്ളിക്കാരന് മുന്നിൽ രണ്ടേ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ തന്നെ എന്നേക്കുമായിട്ട് ബഹിഷ്കരിക്കാം, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് തൻ്റെ നിലപാടിലേക്ക് മാറി ചിന്തിക്കാം. ഇതിലേതെങ്കിലും ഒന്നിലെത്താൻ പുള്ളിക്കാരന് അല്പം സമയം കൊടുക്കണമെന്ന് മാത്രം. ഇപ്പോൾ സർജറിക്ക് സാവകാശമാകാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അപ്പുന് മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. മതി, സമയമെടുത്ത് ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, അപ്പുവിൻ്റെ തീരുമാനങ്ങൾക്ക് മാത്രമാണ് എപ്പോഴും മുൻഗണന. അപ്പോൾ VPയെ മെരുക്കിയെടുക്കാനുള്ള തൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും അഡ്വക്കേറ്റ് നന്ദകുമാറിൻ്റെ എല്ലാ സപ്പോർട്ടും ഞാൻ എൻഷുർ ചെയ്യുന്നു. വിഷ് ഗുഡ് ലക്ക് അപ്പു. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ബൈ. നോ മാളു, ഈ കാര്യം പറയാനാണ് തൻ്റെ ഈ തിടുക്കപ്പെട്ടുള്ള വരവെങ്കിൽ ഐ എം സോ സോറി. എനിക്കിതിൽ തീരെ താല്പര്യമില്ല. ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ തമ്മിലുള്ള വാക്ക്. ഡോക്ടർ, ഇതിലെന്താണ് തെറ്റെന്ന് എനിക്കിനി മനസ്സിലാവുന്നില്ല. എൻ്റെ പേരൻസിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി എൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ഡോക്ടറിൻ്റെയും കൂടി പേരിലാകുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ അച്ഛൻ രജിസ്റ്റർ ചെയ്തത്. പിന്നെ അത് എങ്ങനെ ഡോക്ടറിന് സ്ത്രീധനം തരുന്നതായിട്ട് കണക്കാക്കാൻ പറ്റും? സമ്മതിക്കുന്നു, ലിറ്ററലി താനിപ്പോൾ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷെ നമ്മുടെ വിവാഹം ഉറപ്പിച്ച ഈ സമയത്ത് തന്നെ വീടും പ്രോപ്പർട്ടിയും മറ്റ് പോളിസി ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ തൻ്റെ പേരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ മാളവിക. ഇറ്റ്സ് എ പ്യുവർ പാർട്ട് ഓഫ് അവർ വെഡിങ് ഡീൽ. ഇനി താൻ എന്തൊക്കെ പറഞ്ഞത് ന്യായീകരിച്ചാലും അത് ഈ കല്യാണ കച്ചവടത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ചോദിച്ച് വാങ്ങിയില്ലെങ്കിലും അറിഞ്ഞു കൊടുക്കുന്ന കച്ചവടക്കാരൻ്റെ ഉദാര മനസ്സ്. സോറി, അങ്ങനൊരു കച്ചവടത്തിന്റെ ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല. അച്ഛൻ മനഃപൂർവ്വം ഡോക്ടറെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഇനി അഥവാ ഡോക്ടർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു. അതിലപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. തനിക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഇത് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ആൾക്ക് തിരുത്താൻ പറ്റിയേക്കും. പറ്റണം എന്നുവെച്ചാ തന്റെ പേരിൽ എഴുതിയ പ്രോപ്പർട്ടീസ് എത്രയും പെട്ടെന്ന് തന്നയാളുടെ പേരിൽ തിരിച്ചെഴുതണം. അതുപോലെ തന്റെ പേരിലേക്ക് മാറ്റിയ എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും. നോ, അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എങ്കിൽ നമ്മുടെ വിവാഹത്തെക്കുറിച്ചും അങ്ങനെ ചിന്തിക്കേണ്ടി വരും എനിക്ക്. എന്താ പറഞ്ഞത്? ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്നോ? ഡോക്ടർ ഭീഷണിപ്പെടുത്തുവാണോ? ഇതൊരു നിസ്സാര കാര്യമായിട്ട് തനിക്കും തന്റെ വീട്ടുകാർക്കും തോന്നുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് വിട്ടുകളയാൻ പറ്റുന്നൊരു നിസ്സാര കാര്യമല്ല. പിന്നെ താൻ ചോദിച്ചില്ലേ ഇത് ഭീഷണിയാണോന്ന്? നോക്കുമാളൂ, ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരാളെ പോലും ഭീഷണിപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. ഒരാളുടെ ഭീഷണിയും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുമില്ല. പിന്നെ ഈ വിവാഹം നടന്നില്ലെങ്കിൽ അതൊരിക്കലും തൻ്റെ മാത്രം നഷ്ടമാവില്ല. തന്നെ പോലെയോ തന്നെക്കാൾ കൂടുതലോ നഷ്ടപ്പെടുന്നവൻ ഞാനായിരിക്കുമെന്നറിയാം. എല്ലാം അറിഞ്ഞു വച്ചിട്ടും ഞാൻ ഇങ്ങനൊരു വാക്ക് തന്നോട് പറയണമെങ്കിൽ തൻ്റെ വീട്ടുകാരുടെ പ്രവൃത്തി എന്നെ അത്രമാത്രം വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്ന് കരുതിയാൽ മതി. ഇപ്പോഴും ഞാൻ തന്നെ കുറ്റപ്പെടുത്തുന്നില്ല മാളു. ഇത് തൻ്റെ വീട്ടുകാരൊന്ന് ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയതിൻ്റെ ഫലമാണെന്നേ ഞാൻ പറയൂ. ഡോക്ടറുടെ മുന്നിൽ ഓവർ സ്മാർട്ടായിട്ട് എന്റെ വീട്ടുകാർക്ക് ഒന്നും നേടാനില്ല.
ആ കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു അതിബുദ്ധി കാണിക്കുമായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ പ്രോപ്പർട്ടി തൻ്റെ പേരിലേക്ക് എഴുതുന്നതിന് മുമ്പ് ഒരു സജഷനായിട്ടെങ്കിലും എന്നോട് അങ്കിളിന് ഇതേക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമായിരുന്നില്ലേ? ഇത്രയ്ക്ക് ഈഗോ ഉള്ള ഒരാളാണ് മകളെ വിവാഹം കഴിക്കുന്നതെന്ന് ആ പാവ അറിഞ്ഞിരുന്നില്ല. അതാവും അഭിപ്രായം ചോദിക്കാതിരുന്നത്. അത് ശരി, ആയിക്കോട്ടെ. ഇത് തനിക്കെന്റെ ഈഗോയോ കോംപ്ലക്സോ എന്തായിട്ട് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ എന്റെ തീരുമാനങ്ങളും നിലപാടുകളും ഞാൻ ഇതിനു മുമ്പ് തന്നോടും തന്റെ വീട്ടുകാരോടും വ്യക്തമായി പറഞ്ഞതാ പലവട്ടം. അന്നെല്ലാം തല ഉലുക്കി സമ്മതിച്ചിട്ട് ഇന്ന് തനിക്ക് വേണമെങ്കിൽ എന്നെ ഈഗോയിസ്റ്റ് ആയിട്ട് ചിത്രീകരിക്കാം, പരാതിയില്ല. നോക്കുമാളൂ, എനിക്കിപ്പോഴും തന്നെ നഷ്ടപ്പെടാൻ വയ്യ. തൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാനും വയ്യ. എങ്കിലും ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ... വേണ്ട ഡോക്ടർ, ബുദ്ധിമുട്ടി എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണമെന്നില്ല. നഷ്ടപ്പെടാൻ മനസ്സില്ലാത്ത ആളാണല്ലോ വിവാഹം നടക്കില്ലെന്ന് കുറച്ചു മുമ്പ് ഒരു ദയയില്ലാതെ പറഞ്ഞത്. എനിക്കെല്ലാം മനസ്സിലായി, സന്തോഷമായി. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്.